നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബി.ഫാം, ബി.ആർക്ക് 4 പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റായ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ജനുവരി 5 മുതൽ ജനുവരി 31 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. ബന്ധപ്പെട്ട റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുവാൻ ഫെബ്രുവരി 7 വരെയും സാവകാശമുണ്ടാവും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിസർവേഷൻ വിഭാഗമാണ് ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്. വിദ്യാർത്ഥി ജനറൽ വിഭാഗത്തിലോ OBC വിഭാഗത്തിലോ പെട്ട വിദ്യാർത്ഥിയാവുകയും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ ഉൾപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷന്റെ പ്രോസ്പെക്ടസിൽ നിന്ന് ലഭിക്കുന്ന ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. അച്ഛൻ SC വിഭാഗത്തിലല്ല ST വിഭാഗത്തിൽ വരികയും കാൻഡിഡേറ്റ് തന്നെ ഈ വിഭാഗത്തിലുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റിന് പ്രത്യേകിച്ച് പരിഗണന ഉണ്ടാവുകയില്ല. അവർക്ക് SC വിഭാഗത്തിലല്ല ST വിഭാഗത്തിൽ സീറ്റ് ലഭിക്കുകയും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നതാണല്ലോ. വിദ്യാർത്ഥി ജനറൽ വിഭാഗമോ OBC വിഭാഗമോ ആവുകയും എന്നാൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ ആണെന്നുണ്ടെങ്കിലാണ് തഹസീൽദാരെന്നുള്ള ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റിന്റെ സാധുത. ഇതിന്റെ ഫോർമാറ്റ് CEയുടെ വെബ്സൈറ്റിൽ പ്രിലിമിനറി രജിസ്ട്രേഷൻ കഴിയുമ്പോൾ ഡൗൺലോഡ് പെർഫോമ എന്ന സെക്ഷനിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഫെബ്രുവരി 7 കേരളത്തിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. അച്ഛനോ അമ്മയോ മറ്റ് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അതായത് അച്ഛൻ ജനറൽ വിഭാഗവും അമ്മ OBC വിഭാഗവുമാണെങ്കിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റാണ് സമർപ്പിക്കേണ്ടത്. അവർക്ക് ഈ ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റിന്റെ ആനുകൂല്യം ലഭ്യമാവുകയില്ല. അച്ഛനോ അമ്മയോ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ, ഉദാഹരണത്തിന് അച്ഛൻ കാത്തലിക്സും അമ്മ ലാറ്റിൻ കാത്തലിക്സ്, അല്ലെങ്കിൽ അച്ഛൻ നായർ വിഭാഗം അമ്മ ഈഴവ വിഭാഗം, അങ്ങനെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസിന്റെ 33-ാമത്തെ പേജ് പ്രകാരം അവർക്ക് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട OBC റിസർവേഷന് സീറ്റ് ലഭ്യമാവുന്നതാണ്. എന്നാൽ അവരെ ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുകയില്ല. സ്കീം 2026 പ്രോസ്പെക്ടസ് ശ്രദ്ധയോടെ വായിക്കുകയും റിസർവേഷനെ കുറിച്ചുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.